നീ എന്താ അവരൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഒന്നും മിണ്ടാതെ കേറിപ്പോന്നേ? എന്നമ്മ? ഹോളില് ചിറ്റപ്പനും അമ്മായിയൊക്കെ ഇരിക്കുന്നത് നീ കണ്ടതല്ലേന്ന്? അമ്മ, ഞാൻ അവരെ കണ്ടിരുന്നു. എനിക്ക് അവരുടെ ചോദ്യങ്ങൾക്കും കളിയാക്കലുകൾക്കൊന്നും ഉത്തരം പറയാനില്ല. വയ്യാത്തോണ്ട് ഞാൻ ഇന്ന് പോന്നത്. നീ ഇതെങ്ങോട്ടാ ഈ ഓടി വിളിക്കാൻ നോക്കുന്നത്? ഓടി ഒളിക്കുന്നൊന്നും അല്ലമ്മ. അവസ്ഥ ഇതാ. മറ്റുള്ള മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കണം എന്നാ നീ പറയുന്നേ? പണ്ടമ്മ, എന്റെ ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥ എന്താന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ജോലിയായില്ലേ, ജോലി എപ്പോ കിട്ടും, കല്യാണം നോക്കുന്നില്ലേ, ഇങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾ ദിവസം മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് ഉത്തരം പറയാനാ? ജോലിക്ക് വേണ്ടി മനുഷ്യൻ CV അയക്കാത്ത സ്ഥലങ്ങളില്ല, കയറി ഇറങ്ങാത്ത കമ്പനികളില്ല. എല്ലാവർക്കും ചെല്ലുമ്പോ വേണ്ടത് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും ജോലിക്ക് എടുക്കണ്ടേ? പിന്നെ ശരിയാ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോലി കിട്ടും. പക്ഷെ അവർക്ക് വേണ്ടത് വേറെ പലതും വരുന്നുണ്ട്. എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ എഴുതി എവിടെയെങ്കിലും ജോലി കയറാന്ന് വിചാരിക്കുമ്പോഴാണെങ്കിലോ ഓരോ ദിവസം കൂടുന്തോറും അതിനുള്ള കാറ്റഗറി ലിസ്റ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. പണ്ട് ഡിഗ്രി മതിയായിരുന്നു ക്വാളിഫിക്കേഷൻ, ഇപ്പൊ PG വേണമെന്നായി, പിന്നെ ഇത് PhD വേണമെന്നായി. ഇതെല്ലാം ക്വാളിഫൈ ചെയ്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 10-35 വയസ്സാവും. എന്നിട്ട് ജോലി മൂല്യം വാങ്ങിയാൽ മതിയോ? ഇതിന്റെ എല്ലാ ഇടയിലൂടെ ഞങ്ങൾ സഹിക്കുന്ന മാനസിക സമ്മർദ്ദം ആരെങ്കിലും അറിയുന്നുണ്ടോ? പിന്നെ ശരിയാ, ഇതിനൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾ പറഞ്ഞിരുന്ന വഴി ഈ കല്യാണം. ആ, നിങ്ങൾ പറയുന്ന ഒരാളെ കെട്ടി ഞാൻ പോയി എന്ന് വിചാരിക്കും, ഞാൻ അവിടെ ഹാപ്പി ആയിരിക്കും, എന്നെ അവരെ നല്ലവരെ നോക്കുന്നുള്ളതിന് എന്ത് ഉറപ്പുള്ളത്? വേണമെങ്കിൽ ആ പുതുമോടി കഴിയുന്നവരെ മുത്തെ പൊന്നെ ചക്കര എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കുമായിരിക്കും. അത് കഴിഞ്ഞ അമ്മ, ഞാൻ ആ വീട്ടിൽ വെറും ഒരു വേലക്കാരിയായി പോവില്ലേ? അപ്പൊ ഒരു മുട്ട സൂചി വാങ്ങണമെങ്കിൽ പോലും ഞാൻ അവന്റെ കാൽ കീഴിൽ ചെന്ന് 5 രൂപ തരുമോ 10 രൂപ തരുമോ എന്നൊരു കെഞ്ചുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കല്യാണം കഴിഞ്ഞ കാലം പോലെ അമ്മ അച്ഛൻ്റെ അടുത്ത് എന്തുമാത്രം കാര്യങ്ങൾക്ക് കെഞ്ചിട്ടുണ്ട്. അമ്മ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലേ, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ, അമ്മ ഇൻഡിപെൻഡന്റ് ആയിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഗതി വരില്ലായിരുന്നു. ഞാനും അത്ര ആഗ്രഹിക്കുന്നുള്ളമ്മ. എനിക്ക് വയ്യമ്മ ഒരു ടിപ്പിക്കൽ വൈഫായിട്ട് അടുക്കളയിൽ ജീവിതം തീർക്കാതിരുന്നിട്ട്. എനിക്കാവില്ലായിരുന്നു. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത്. കുറച്ച് സമയം, ഒരിച്ചിരി സമയം, അത് മാത്രം എനിക്ക് തന്നോടില്ല. ഈ സമയത്ത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലീസ്, ഞങ്ങളിങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും. പുറത്ത് വന്നിരിക്കുന്നവരെ പോലുള്ളവർക്ക് കൊത്തി വലിച്ച് കീറാൻ ഇട്ട് കൊടുക്കാതിരിക്കും.